മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കൊല്ലത്തും പത്തനംതിട്ടയിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കരിങ്കൊടി കാണിച്ചത്. പോലീസ് മാരകമായി അവരെ മർദ്ദിച്ചു എന്നൊക്കെയാണ് കേൾക്കുന്നത്. രക്ഷാപ്രവർത്തനം വീണ്ടും ആരംഭിക്കുമോ പിണറായി സർക്കാർ? അല്ല, രക്ഷാപ്രവർത്തനത്തേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ നോക്കിക്കാണുന്നത് കേരളത്തിലെ ജനങ്ങൾ അറിയുന്നുണ്ടല്ലോ കേരളത്തിലൊരു പ്രതിപക്ഷമുണ്ടെന്ന്. ഈ പലരും പറയുന്നത് പിണറായി വിജയൻ്റെ ഐശ്വര്യമാണ് കേരളത്തിലെ പ്രതിപക്ഷമെന്ന്. കാരണം അദ്ദേഹം 9 വർഷത്തിലേക്ക് കടക്കുകയാണ്. ഒരു തവണ പോലും അദ്ദേഹത്തെ എതിർക്കുവാൻ ബാക്കി നാം പലപ്പോഴും ഒന്നും വേണ്ട, അവര് ഈ കോൺഗ്രസിന്റെ സർക്കാർ ഇരിക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാവുന്നതാണ് സോളാർ സമരവും അതോടൊപ്പം തന്നെ ബാർക്കോഴ അഴിമതിയും എല്ലാം ആയി ബന്ധപ്പെട്ട് വലിയ സമരങ്ങളാണ്. സെക്രട്ടേറിയറ്റ് വളയുന്നു, അതോടൊപ്പം തന്നെ VS അച്യുതാനന്ദൻ അതിന് മുന്നിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിനിരിക്കുമ്പോൾ ഗ്രനേഡ് പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ ആ ഗ്രനേഡുമായി നിയമസഭയ്ക്ക് അകത്തെത്തി പോലും വലിയ പ്രതിഷേധങ്ങൾ നടത്തുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ സമാധാനപരമാണ്. പിണറായിക്ക് ഫുൾ. അതുമാത്രമല്ല, ഉമ്മൻചാണ്ടിയെ കണ്ണൂർ വെച്ച് കല്ലെറിഞ്ഞ് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ പരിക്കേറ്റ് അത് പിന്നീട് അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ അത് കാണിച്ചു. അത്തരം സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. നെറ്റി മുറിഞ്ഞ് ചോര വരുന്ന സാഹചര്യം വരുന്ന. പക്ഷെ അങ്ങനെ ഒന്നും സമാധാനം ഇനി അവർക്ക് പറയാം, ഞങ്ങൾ ഗാന്ധിയ മാർഗത്തിലൂടെയാണ് നമ്മുടെ ഞങ്ങളുടെ പാർട്ടി സംവിധാനം മുന്നോട്ട് പോകുന്നത്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ സമരം ചെയ്യാറില്ലെന്നായിരിക്കും അവർ പറയാൻ സാധ്യത. എന്തായാലും കുറച്ച് നാളുകൾക്ക് ശേഷം പിന്നീട് ആ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടാണ് വലിയ സമരം കണ്ടത്. ആ സമരം പക്ഷെ അതും കണ്ണൂരിലെ ചില പ്രദേശങ്ങളിൽ മാത്രം ചുരുങ്ങി നിന്നൊരു സമരമായിരുന്നു. അത് രക്ഷാപ്രവർത്തനം നടത്തുന്നത് കൊണ്ടു വലിയ രീതിയിൽ പോലീസിന്റെ CPM പ്രവർത്തകരുടെയും വലിയ ഒരു രക്ഷാപ്രവർത്തനമായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഓർക്കണം, ആ രക്ഷാപ്രവർത്തനവുമായി കൊല്ലത്ത് യുവമോർച്ച പ്രവർത്തകരുടെ സമീപത്തേക്ക് പോകുന്നത് കണ്ടു. പിന്നീട് ഈ സമരവുമായി പോയ DYFIക്കാരെ രക്ഷാപ്രവർത്തനം നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതെല്ലാം മറ്റൊരു രീതിയിൽ പോകുമ്പോഴും ഇതിൽ പിണറായി സംബന്ധിച്ച് വീണ്ടും ഒരു തുടർ ഭരണത്തിനുള്ള സാധ്യതയാണ് കാണുന്നത്. അതിനുള്ളത് ഈ പ്രതിപക്ഷത്തിന്റെ ഈ സമരം ചെയ്യാനോ, പ്രത്യേകിച്ച് ആശാ സമരം നടക്കുന്നു, അതോടൊപ്പം തന്നെ ഈ PSC നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധിയുണ്ട്. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ളവ വിതരണം ചെയ്യുന്നില്ല. അഴിമതിയുണ്ട്. മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പേരിലും അഴിമതിയുണ്ട്. അങ്ങനെ പാർട്ടിക്കുള്ളിൽ അഴിമതി കഥകളുണ്ട്, കരിവന്നൂർ അഴിമതി കഥകളുണ്ട്. അങ്ങനെ സഹകരണ സംഘ തട്ടിപ്പ് വളരെ വ്യാപകമായിരിക്കുകയാണ് കേരളത്തിൽ. അങ്ങനെ പല അഴിമതി കഥകളും വരുമ്പോഴും തെരുവുകളിലാണ് അതിനെ ജനങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ സമരം ചെയ്തും മറ്റും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ഈ സർക്കാർ അഴിമതി നിറഞ്ഞതാണ്, ഈ സർക്കാരിനെ കൊണ്ട് ഒന്നും സാധിക്കില്ല, ഈ സർക്കാരിനെ കൊണ്ട് ഒന്ന് സാമ്പത്തികമായി നമ്മുടെ സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനോ ഒന്നിനും കഴിയില്ലെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എന്തായാലും ഈ കോൺഗ്രസിന് കഴിയുന്നില്ല. അവർ അതിന് കഴിയാതെ അവിടെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ്. രമേശ് ചെന്നിത്തല പറയും ഞാൻ ആര് മുഖ്യമന്ത്രിയാകണം എന്നുള്ള തർക്കമാണ് UDF-നുള്ളിൽ വിശിഷ്യ കോൺഗ്രസിനുള്ളിൽ നടന്നു വരുന്നത്. അതാണ് കോൺഗ്രസിനുള്ളിലെ അനൈക്യം വലിയ തോതിൽ, അതായത് ജനങ്ങൾ മുഴുവനും കാണുന്ന തരത്തിലേക്ക് ആ തമ്മിലടി തെരുവിലെത്തിയിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല പറയും താനാണ് മുഖ്യമന്ത്രി എന്ന്, VD സതീശൻ പറയും താനാണ് മുഖ്യമന്ത്രി, വേണുഗോപാലുണ്ട്, അടൂർ സുധാകരനുണ്ട്, സുധാകരനുണ്ട്, പിന്നീട് എന്നെ ആരും ഉൾപ്പെടുത്തിയില്ല എന്ന് നിലവിളിക്കുന്ന ശശി തരൂരുണ്ട്. അങ്ങനെ ഒരു കൂട്ടം നേതാക്കൾ തമ്മിലടിച്ച് മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ 71 സീറ്റ് നേടണമെന്ന് ഒരു നേതാവിനും ആഗ്രഹമില്ല. അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ അവർ സ്വന്തം മണ്ഡലത്തിലെങ്കിലും ഇറങ്ങി പ്രവർത്തിക്കുമല്ലോ. അങ്ങനെ സ്വന്തം മണ്ഡലത്തിൽ പോലും തിരിഞ്ഞു നോക്കാൻ ശശി തരൂരിനെ പോലുള്ളവർ തയ്യാറാകുന്നില്ല. അദ്ദേഹം ഇടക്കാലത്ത് തിരുവനന്തപുരത്ത് ലോക്സഭയിൽ തിരിഞ്ഞു നോക്കാത്ത അദ്ദേഹം നിയമസഭ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് ഏതെങ്കിലും നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിച്ച് മുഖ്യമന്ത്രിയാകുമെന്ന അങ്ങനെ വലിയ സ്വപ്നങ്ങളുമായി അദ്ദേഹം വന്നിരുന്നു. പക്ഷേ സ്വന്തം മണ്ഡലത്തിൽ ബാഴ്സലോണ ഇരട്ട നഗരം ആക്കുമെന്ന് പറഞ്ഞു വന്നിട്ട് അദ്ദേഹത്തെ ഈ പ്രദേശത്തെ കാണാത്തൊരു അവസ്ഥയുണ്ട്. അങ്ങനെ അദ്ദേഹം ഈ കഴിഞ്ഞ 20 വർഷമായിട്ട്, അതായത് 20 വർഷമായില്ല, ശരിക്കും പറഞ്ഞാൽ 2009 തുടങ്ങി ഈ 15-16 വർഷങ്ങളായിട്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് തിരുവനന്തപുരം നിവാസികൾ കാണുന്നത്. ഈ നാം മറ്റു ജില്ലകളിൽ പോയാൽ ഈ MP-യുടെ പേരിൽ 2 ബസ് സ്റ്റോപ്പെങ്കിലും കാണാം. തിരുവനന്തപുരത്താണെങ്കിൽ ശശി തരൂരിന്റെ പേരിൽ അതുമില്ല. അങ്ങനെ ഒരു ദയനീയമായ ഒരു അവസ്ഥയിലൂടെയാണ് തിരുവനന്തപുരം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നാം നോക്കിയാൽ തന്നെ അറിയാം, കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിയമസഭാ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ആകെ ഒരു മണ്ഡലമുണ്ട്, കോവളം.
പിന്നീട് നോക്കുമ്പോൾ ഈ ലോക്സഭയിൽ BJP-യെ വരുമെന്നൊരു ഭയപ്പാടുള്ളത് കൊണ്ടാണ് കോൺഗ്രസിനെ ജയിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതുമില്ല. ഇപ്പോൾ BJP പ്രത്യേകിച്ച് തീരപ്രദേശത്ത് വളരുകയാണെങ്കിൽ എന്നേ ശശി തരൂർ പരാജയപ്പെടാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇത്തരം ഈ കരിങ്കൊടി പ്രയോഗമെന്നും കൊണ്ട് കുറച്ചങ്ങനെ ഒരു പ്രതിപക്ഷം ഉണ്ടെന്ന് അറിയിക്കാൻ കഴിയും, അല്ലാതെ പിണറായി വിജയനെ പിടിച്ചു കെട്ടാൻ കഴിയുമെന്ന് തോന്നില്ല. അദ്ദേഹം കൃത്യമായി തന്നെയാണ് വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയം കളിക്കേണ്ടിടത്ത് രാഷ്ട്രീയം കളിച്ചും, അല്ലാത്തത് കളിക്കേണ്ട സ്ഥലത്ത് അല്ലാത്ത കളികൾ കളിച്ചും, കയ്യൂക്കാണെങ്കിൽ കയ്യൂക്ക്, രക്ഷാപ്രവർത്തനമാണെങ്കിൽ രക്ഷാപ്രവർത്തനം, ഇതൊക്കെ നടത്തിക്കൊണ്ട് തന്നെയാണ് പിണറായി മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാമല്ലോ പിണറായി വിജയൻ്റെ ബോഡി ലാംഗ്വേജ് തന്നെ എന്തൊരു കോൺഫിഡൻസ് ആണ് അദ്ദേഹം കാണിക്കുന്നത്. അദ്ദേഹം ഏത് വിഷയത്തെക്കുറിച്ച് പറയുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഒക്കെ എന്തൊരു ആധികാരികമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് കോൺഗ്രസ്സുകാർ കണ്ട് പഠിക്കേണ്ടതാണ്. കോൺഗ്രസ്സിന് ഒത്തൊരുമയോട് കൂടി ഈ പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ സർക്കാരിനെയും എതിർക്കാൻ സാധിക്കുന്നില്ല. വലിയ തോതിൽ ജനവിരുദ്ധമായ ഒരു സർക്കാരായിട്ട് കൂടി, ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായിട്ട് കൂടി അത് മുതലെടുക്കാൻ, അതിനെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ കോൺഗ്രസ്സിന് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF-ന് സാധിക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം അദ്ദേഹത്തിന് മൗനം പാലിക്കേണ്ട ഇടങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം. അതെ, പറയേണ്ട സാഹചര്യങ്ങൾ, അഗ്രസീവായി പ്രതികരിക്കേണ്ട സ്ഥലങ്ങളെക്കുറിച്ച് അദ്ദേഹം കൃത്യമായി തന്നെ അറിയാം. നമുക്കിപ്പോൾ തന്നെ നോക്കിയറിയാം, വഖഫുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വലിയ പ്രതികരണങ്ങളൊന്നും നടത്താൻ പോയില്ല. പക്ഷെ എമ്പുരാനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആ രാത്രി തന്നെ അവിടെ ഓടിയെത്തിയിട്ടുണ്ട്. പിന്നീട് മറ്റൊരു കാര്യമായിരുന്നു, ഈ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് പരാമർശം ഉണ്ടായപ്പോൾ വെള്ളാപ്പള്ളിയെ പുകഴ്ത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് അദ്ദേഹം തുടർഭരണം ലക്ഷ്യമിടുന്നത് കൊണ്ട് മാത്രമാണ്. പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ തീയരെയും അതോടൊപ്പം തന്നെ തെക്കോട്ട് വരുമ്പോൾ ഈഴവരുടെയും വോട്ട് കൃത്യമായി ലഭിക്കുകയാണെങ്കിൽ ഹിന്ദുക്കളിൽ ഏറ്റവും വലിയ കാസ്റ്റ് ഏറ്റവും വലിയ വോട്ട് ബാങ്കാണ് അവർ. ആ വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ ഏത് ന്യൂനപക്ഷത്തെ മറികടക്കാൻ കഴിയുമെന്ന് പിണറായി വിജയൻ കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും വിചാരിച്ചിരുന്നു, മുൻകാലങ്ങളിലെല്ലാം ഇത്തരം വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ആദ്യം എതിർക്കാൻ ഇറങ്ങുന്നത് CPM ആയിരിക്കും. CPM ആണ്, പിണറായി വിജയനാണ്. പ്രത്യേകിച്ച് കേരളം മതേതരത്വ സംസ്ഥാനമാണ്, നമ്പർ 1 ആണ്, പുരോഗമനമാണ്, ഇവിടെ ഭീകരവാദമില്ല, വർഗീയവാദമില്ല, എല്ലാം കേരളമാണെന്ന് പറയുന്ന ആൾ തന്നെയാണ് കുമാരനാശാനോട് ഉപമിച്ചത്, വെള്ളാപ്പള്ളി നടേശന് ഉപമിച്ചത്. അത് കൃത്യമായ ഒരു സന്ദേശമാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഈ ന്യൂനപക്ഷത്തെ എതിർത്തുകൊണ്ടാണെങ്കിലും ഈ ഭൂരിപക്ഷത്തിന്റെ വോട്ട് വാങ്ങി ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന കൃത്യമായ ധാരണയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ആ ധാരണയോടുകൂടി അദ്ദേഹം മുന്നോട്ട് പോകുമ്പോഴും പ്രതിപക്ഷത്തിന് ഇവിടെ വലിയ റോളില്ല. അവർ ഇപ്പോഴും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള അടിയാണ്. പക്ഷെ ജനങ്ങൾ അവരെ തിരഞ്ഞെടുത്ത് 71 സീറ്റ് വാങ്ങിയാൽ മാത്രമേ ഇവിടെ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ആകാൻ കഴിയുമെന്ന് എന്തായാലും കോൺഗ്രസ് ചിന്തിക്കുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരു തവണ കൂടി അധികാരത്തിൽ വരാതിരുന്നാൽ പൂർണ്ണമായി തകരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, തെക്കൻ മേഖലയിലെല്ലാം BJP വലിയ രീതിയിൽ തന്നെ വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് തെക്കോട്ട് വരികയാണെങ്കിൽ തിരുവനന്തപുരം അടക്കമുള്ള അതിന് മുകളിലോട്ടുള്ള പല മണ്ഡലങ്ങളിലും കൃത്യമായി തന്നെ കോൺഗ്രസിനെ വിഴുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആകെ കോൺഗ്രസിന് ശക്തിയുള്ളത് അത് നമുക്ക് കൃത്യമായി തന്നെ അറിയാം. കൊല്ലത്ത് അവർക്ക് 1-2 സീറ്റ് മാത്രമേ ഉള്ളൂ, അല്ലെ? വിഷ്ണുനാഥ് ജയിച്ച മണ്ഡലവും, അതെ, ആ ഒരു മണ്ഡലവും. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ കോവളം മണ്ഡലം, അങ്ങനെ കുറച്ച് ചുരുങ്ങി വരികയാണ്. BJP വിഴുങ്ങുന്നുണ്ട്. മലബാർ മേഖലയിൽ മുസ്ലിം ലീഗും കൂടി കൈവിടുകയാണെങ്കിൽ ആ പാർട്ടി പൂർണ്ണമായി തന്നെ തകരാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്.